എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 27-28 വാക്യങ്ങൾ. താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഇവിടെ നാം വായിക്കുമ്പോൾ ശലോമോൻ പോലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്നെഴുതിയിരിക്കുന്നത് ചില ഭാഷാന്തരങ്ങളിൽ വായിക്കുന്നത് ശലോമോന് പോലും ഇവരൊന്നിനോളം ചമയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥത്തിലാണ്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം തൻ്റെ കണ്ണിന് ഇമ്പമുള്ളതെല്ലാം താൻ നേടിയല്ലോ, തൻ്റെ കണ്ണിന് ഇഷ്ടമുള്ളതെല്ലാം താൻ നേടിയെന്ന് നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ നേടാവുന്നത് മുഴുവൻ നേടിയിട്ടും ഇവയിൽ ഒന്നിനോളം ചമയുവാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇവിടെ നാം പഠിക്കുന്ന ഒരു കാര്യം, താമര ഒരു പാഠ്യവിഷയമായി കർത്താവ് എടുത്തു പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പല വിഷയങ്ങൾ പഠിക്കാൻ നമുക്ക് ലോകത്തുണ്ടെങ്കിലും ലോകപ്രകാരം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ പഠന ക്രമങ്ങളിൽ താമരയെ ഒരു പഠന വിഷയമാക്കി അങ്ങനെ കർത്താവ് പറയുകയാണ്. കാരണം താമര എല്ലാവർക്കും കാഴ്ചയിൽ സന്തോഷം പകരുന്ന ഒന്നാണ്. താമര കാണുന്ന ആരും നോക്കാതിരിക്കുകയില്ല. കാരണം എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒന്നാണ് താമരയുടെ സൗന്ദര്യം. എങ്കിലും അതിൻ്റെ തണ്ടുകൾക്ക് വിലവില്ലാത്തതാണ്, അധികം നിലനിൽപ്പില്ല, വേഗത്തിൽ അത് അഴുകിപ്പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ. ഇപ്പൊ താമരയെ പോലും മനോഹാരിത്വമുള്ള താമരയെ പോലും വയലിലെ പുല്ലിനോട് സാദൃശ്യപ്പെടുത്തിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവയെ ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ, കാരണം പുല്ല് കാണുന്നു പിന്നെ വാടിപ്പോകുന്നു, അതുപോലെയുള്ള താമരയും കാണുമ്പോൾ നല്ല സൗന്ദര്യമൊക്കെയാണ്, പക്ഷെ വേഗത്തിൽ അത് തണ്ടുകൾക്ക് വിലക്കുറവാണ്, വേഗത്തിൽ അരിയപ്പോകും. അവയെ ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അപ്പോൾ ഈ പുല്ലിനോട് ബന്ധപ്പെടുത്തിയാണ് മനുഷ്യജീവിതത്തെയും പത്രോസ് പറയുന്നത്. 1 പത്രോസ് 1:24 ഭാഗം വാക്യം നാം വായിക്കുമ്പോൾ സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. അപ്പൊ എന്താണ് പുല്ലിന്റെ പ്രത്യേകത എന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് കാണുന്നു, നാളെ വാടിപ്പോകും, നാളെ അടുപ്പിലിടുന്നു അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അത്രയേ ഉള്ളൂ നിലനിൽപ്പ്, വലിയ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം പുലർത്താൻ ദൈവത്തിന് കഴിയും. ഇപ്പൊ ഒരു താമര എന്ത് ചെയ്തിട്ടാ അതിന്റെ സൗന്ദര്യത്തോടെ നിൽക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും സൗന്ദര്യം പകർന്നു കൊടുത്തിട്ടാണോ? അല്ലല്ലോ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരിത്വമല്ലേ അത്. പുല്ല് മുളച്ചു വരുന്നു, അതിൽ പൂ ഉണ്ടാകുന്നു, പിന്നീട് അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഇതൊന്നും ആരുടെയും കൈമുടിക്കൂടെ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അവയെ ദൈവം ചമയിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനു വിചാരപ്പെടണം എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എന്തിനു വിചാരപ്പെടണം? കർത്താവ് പറഞ്ഞു, വിചാരപ്പെടുന്നതോടുകൂടി നിങ്ങൾക്ക് വല്ലതും കൂട്ടാൻ കഴിയുമോ?
ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. പുല്ലിനെയും താമരയും ചമയിക്കുന്ന ദൈവം തൻ്റെ രക്തത്തിൻ്റെ വിലകളാകുന്ന നമ്മെ എത്രയധികം നടത്തുവാൻ ശക്തൻ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.